4900 PC ബുക്ക് ചെയ്തായിരുന്നു. 4090 PC ബുക്ക് ചെയ്തായിരുന്നു. ആടാ പൂച്ചക്കുട്ടി. ആൻഡ് ഗൈസ് നമ്മള് ഫൈനല് കളക്ട് ചെയ്ത എമൗണ്ട് 9,10,396 ഇതുവരെ നമ്മൾ കളക്ട് ചെയ്ത എമൗണ്ട്. ആൻഡ് ഇത് നമ്മൾ ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ. ആൻഡ് ഇവര് TVയിലെ മെമ്പേഴ്സ് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കും. അത് ബാബു ഉണ്ടോ ഇവിടെ? താഴോട്ട് പോയോ ബാബു? ഓ, നമ്മുടെ ഫണ്ടിന്റെ കാര്യം ഒന്ന് എല്ലായിടത്തും ഒന്ന് പറഞ്ഞു. നമ്മള് TVയിൽ എല്ലാരും നേരിട്ട് പോവില്ലേ? ഇൽബ്രോ നമ്മള് നേരിട്ട് ഇപ്പൊ കറണ്ട് സിറ്റുവേഷനില് നമുക്ക് അവിടെ നേരിട്ട് പോകാൻ അവിടുത്തെ കാര്യങ്ങളൊന്നും ഇപ്പൊ പറ്റത്തില്ല. ഇപ്പൊ അപ്പോ നമ്മള് പ്ലാൻ ചെയ്യണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് ഈ പറയണക്ക് നമുക്കൊരു ലൈക്ക് ഇപ്പൊ നമ്മൾ ഫുൾ പ്ലാൻ ചെയ്തിട്ട് പറഞ്ഞാൽ പോരെ. നമ്മളെന്തായാലും ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മളത് ഫുൾ കറക്റ്റ്. കാരണം ഇപ്പൊ കറണ്ടില് നമ്മൾ അവിടുത്തെ കാര്യങ്ങളും കുറെ കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്കതൊരു പ്രോപ്പർ പ്ലാൻ ആയിട്ട് എല്ലായിടത്തും പറയാന്ന് വിചാരിച്ചാണ് ഹോൾഡ് ചെയ്യുന്നത്. കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിലല്ല, നമ്മൾ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റും ലൈക്ക് അത് അത്രയും വെർത്ത് അല്ലെങ്കിൽ ഒരാൾക്ക് അത്രയും അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും അത്രയും യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ വിളിച്ചപ്പം അവിടെ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളും എല്ലാം ഡെയിലി ക്യാമ്പുകളിൽ എത്തുന്നുണ്ട്. പുറത്തുനിന്ന് ആരുടെ വേണ്ട. പിന്നെ അവിടുത്തെ വേറെ കുറെ കാര്യങ്ങളായിട്ട് അവിടെ ആരെയും ഇങ്ങനെ പുറത്തുനിന്ന് ആരെയും മീൻസ് കേറ്റുന്നില്ല, അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. സോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് നേരിട്ട് പോയി എപ്പോഴാണ് ചെയ്യാനൊരു സിറ്റുവേഷൻ കിട്ടുന്നത് അപ്പൊ ചെയ്യാന്നുള്ള പ്ലാനില്. പിന്നെ 1-2 പ്ലാൻ ഉണ്ട്. അത് ഇവിടെ നമുക്ക് ഓഫ്ലൈനിൽ 1-2 പ്ലാൻ ഞാൻ ഇന്ന് അതാണ് പറഞ്ഞത്. ഇന്ന് ഇതും കൂടെ കഴിഞ്ഞ് അതും കൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും പറയാം. ഓക്കെ, നമുക്ക് അത് ഫുൾ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പറയാം. പയ്യൻ പുതിയ പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റാ ID വിഷ്ണു ബെയിൻ. കാതങ്ങൾ കടന്ന് നേരങ്ങൾ മറന്ന് കണ്ണിനുള്ളിൽ അങ്ങ് തീയങ്ങ് പറന്ന് നെഞ്ചിനുള്ളിൽ അങ്ങ് താളങ്ങൾ മറന്ന് മണ്ണിനുള്ളിൽ അങ്ങ് പേരങ്ങ് പടർന്ന് വിണ്ണിനുള്ളിൽ അങ്ങ് പ്രണയം തകർന്ന് മാനമേലയത് കണ്ണീര് പടർന്ന് എടാ കോൾ തൊപ്പി ചാറ്റിലെന്താ അടിയോ ഗൈസ്? അങ്ങനെ തൊപ്പിയായിട്ട് ഞാൻ അങ്ങനെ വലിയ കോണ്ടാക്ട് ഇല്ല ഗൈസ്. സീരിയസ് ആയിട്ട് ഞാൻ തൊപ്പിയായിട്ട് അങ്ങനെ റിയൽ ലൈഫിൽ അങ്ങനെ വലിയ കോണ്ടാക്ട് ഇല്ല. ഞാൻ അവൻ്റെ അടുത്ത് ഇതുവരെ വിളിച്ച് ഞാൻ അവൻ്റെ അടുത്ത് അവനാണെങ്കിൽ സീക്രട്ട് കീപ്പ് ചെയ്യാൻ ഭയങ്കര ബാക്കിലോട്ടാണ്, അറിയാലോ. അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ അടുത്ത് പറയാൻ. വേറൊന്നും അല്ല. അവനിപ്പോ കുറെ ദിവസമായിട്ട് ലൈവ് ഒന്നും വരുന്നില്ലല്ലോ. അറിയത്തില്ല അവിടെ ഉണ്ടോന്ന്. ആളെവിടോ പോയേക്കുവാണെന്നാ തോന്നുന്നേ. ഈജിപ്റ്റ് പോയേക്കല്ലേ? ഈജിപ്റ്റ് പോയേക്കോ തൊപ്പി? ഈജിപ്തിലോ? ഈജിപ്തില് റീലെന്തോ ഇട്ടായിരുന്നല്ലോ. റീലെന്തോ ഇട്ടായിരുന്നു. ഈജിപ്ത് വ്ളോഗ്സ് ഓണെന്നും പറഞ്ഞു. ഓ, അതെനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ വിളിച്ചാൽ കിട്ടത്തില്ലല്ലോ എന്തായാലും. അണ്ണാ, ഈ വീഡിയോ കണ്ടന്റ് എന്ന രീതിയിൽ എടുത്തതല്ല, ഒരു മെസ്സേജ് എല്ലാവർക്കും തരാൻ വേണ്ടി മാത്രമാണ്. സോ ആരും നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എടുക്കരുത്. ഷെയർ ആൻഡ് ലെറ്റേഴ്സ് പണിക്കുവാൻ പറ്റൂല. എന്തേലും കേക്കുന്നുണ്ടോ? കഴിച്ച് എന്റെ പൊന്നോ, നന്നായിട്ട് ചെയ്തടാ, അടിപൊളിയായിട്ട് ചെയ്തു കേട്ടാ. തുടക്കം കണ്ടപ്പോ ഞാൻ പറയില്ല, നമ്മള് പറയില്ല, തുടക്കം വെച്ച ആ ഒരു അത്രയിടത്തെ സൗണ്ട് കുറച്ചൊന്ന് അടിപൊളിയാക്കിയിരുന്ന കിടിലോ അതിന് വിഷയം വീഡിയോ കേട്ടോ. ഇതൊക്കെ എന്ത് സ്കിപ്പ് ചെയ്യാൻ കഴിച്ചു? ഇതൊക്കെ കാണേണ്ട വീഡിയോ. ഞാൻ കുറച്ച് ദിവസം മുമ്പ് 2 ദിവസത്തെ മുമ്പത്തെ ലൈവില് നമ്മുടെ ചാറ്റ് സെക്ഷനിൽ കുറച്ച് പിള്ളേരുടെ കമന്റ്സ് കണ്ടായിരുന്നു ഗൈസ്. ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. കമന്റിൽ പറയണതെന്ന് പറഞ്ഞാൽ, അണ്ണാ എൻ്റെ സ്കൂള് മുല്ലപ്പെരിയാറിന്റെ അടുത്താണ് എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു സ്കൂളിന്റെ പേര് പറഞ്ഞായിരുന്നു. എന്തോ സെന്റ് ജോസഫോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു സ്കൂളിന്റെ പേര്.
എനിക്ക് സ്കൂളിൽ പോകാൻ പേടിയാണ് എന്നുള്ളൊരു രീതിയിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേടി, അല്ലെങ്കിൽ പിള്ളേരിലാണേലും എല്ലാവരിലും ഉള്ള ഒരു പേടിയൊക്കെ മാറ്റേണ്ട ഒരു സമയമായി ഇപ്പോൾ. അത് എല്ലാവർക്കും ഒരു, നമുക്ക് പബ്ലിക്കിന് ഒരു, ഇപ്പൊ ഇത് പൊട്ടുവോ പൊട്ടത്തില്ല അതൊന്നും അല്ല നമ്മുടെ ചോദ്യം. എന്നാലും ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഒരു ഇതിനെപ്പറ്റി ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ കിട്ടേണ്ട സമയമായി നമുക്ക്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ ഇത്രയും ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു മനസ്സിലൊരു പേടി ഉണ്ടാവും നമ്മുടെ തലയ്ക്ക് മേളിൽ നിൽക്കുന്ന അങ്ങനത്തെ ഒരു സാധനത്തിനെ പറ്റി. അപ്പൊ അവർക്കും ആ ഒരു പേടിയുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഇതിന്റെ എന്താണ് പ്രോപ്പർ, ഇത് എന്താണ് അതിന്റെ സ്റ്റാറ്റസ് എന്നുള്ള ഒരു അപ്ഡേറ്റ് എങ്കിലും പ്രോപ്പറായിട്ട് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് ഒരു ശരിക്കും പേടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എനിവേ നമുക്ക് നോക്കാം. ഇതിനെതിരെ കണ്ടന്റുകളൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേസ്. ഇതിനെതിരെ കണ്ടന്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആൾക്കാരെ ഭീതിപ്പെടുത്തി എന്നുള്ള രീതിയിൽ കേസൊക്കെ ആവും. അത് വേറൊരു സീനാണത്. സീരിയസ് ആയിട്ട് ഇതിനെതിരെ അങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമില്ല. ആര് ചെയ്താലും, അത് ഇനിയിപ്പോൾ ആര് ചെയ്താലും അവർക്ക് ഒരു പണി കിട്ടുമെന്നല്ലാതെ വേറെ വലുതായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി എന്തായാലും ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എന്തെങ്കിലും ഒരു നല്ല തീരുമാനം ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഉടനെ ഉണ്ടാവും എന്ന് വിശ്വസിക്കും. അണ്ണാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ ഈ ഡാം അതെങ്ങനെ റിപ്പയർ ചെയ്യും? അപ്പുറത്ത് വെള്ളമല്ലേ ഫുള്ള്, അപ്പൊ അതെങ്ങനെ? ഡാം റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല, ഡീകമ്മീഷൻ ചെയ്യാനേ പറ്റത്തുള്ളൂ. അത് ഒന്നെങ്കിൽ പുതിയത് ബിൽഡ് ചെയ്യുക, തൊട്ടപ്പുറത്തോ എന്തെങ്കിലും ബിൽഡ് ചെയ്ത് പയ്യെ സാധാരണ ഡാം ഒക്കെ റീബിൽഡ് ചെയ്തെന്ന് പറഞ്ഞാല് അതിന്റെ ഫ്രണ്ടില് വേറെ ഡാം പണിതിട്ട് പയ്യെ വെള്ളം അതിലോട്ട് നിറച്ച് അങ്ങനെയാണ് ചെയ്യണം. വേറെ കുറെ ഡാം റീബിൽഡ് വീഡിയോ ഒക്കെ ഉണ്ട്, കണ്ടു നോക്കിയാൽ മതി. പക്ഷെ അത് നടക്കില്ലെന്നാണ് പറയുന്നത്. 0.5 എന്തോ ഇത് മതിയല്ലോ, ഭൂമി ഒലുക്കം മതിയല്ലോ ഇത് പൊട്ടാൻ. അങ്ങനെ എന്തോ എനിക്ക് അറിഞ്ഞൂടാ അതിനെപ്പറ്റി. എനിക്കും പേടിയാണ് സത്യം പറഞ്ഞ. ഗൂഗിൾ മാപ്പ് നോക്കി ഡാം കനോട്ട് ബി റിപ്പയർഡ്, ഇറ്റ് ക്യാൻ ബി ഡീകമ്മീഷൻഡ്. അതെ. ബ്രോ എനിക്കൊരു പടം വരച്ച് തരാൻ പറ്റുമോ ബ്രോ? ഇതെന്റെ ഫാമിലിയാണ്. അപ്പം ഞങ്ങൾ നാളെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആക്കണം. ഉള്ള ഒരാളല്ലാത്ത ഒരാളുടെ വീഡിയോ ഒരിക്കലും വാസുവിന്റെ ഡിസ്കോഡിൽ വരുവാണ്. എന്തോടാ ഇത് ആരാ പറയണേ? ഇതെന്റെ ഫാമിലിയാണ്. അപ്പം ഞങ്ങൾ നാളെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആക്കണം. ഉള്ള ഒരാളല്ലാത്ത ഒരാളുടെ വീഡിയോ ഒരിക്കലും വാസുവിന്റെ ഡിസ്കോഡിൽ വരുവാണ്. മീൻസ് എനിക്ക് ബ്രോനെ വിശ്വാസമാണ്. കിടിലം ഹരികൃഷ്ണൻ നമ്മുടെ ചെറുക്കൻ. ടോപ്പിക് വിട്ട് ഓൾഡ് ബൂട്ട് ക്യാമ്പ് എന്ത് രസമായിരുന്നു അറിയോടാ ഈ ഇത് ലോക്കിയാണ്. ഇത് നമ്മുടെ ലോക്കി, ഇത് എക്സ്പെയിന്, ഇത് ഇവോ, ഇത് ഞാന്, ഇത് ബ്ലേഡ്, ഇത് കോച്ച് കില്ല. ഇത് ദ ബെസ്റ്റ് ഡേയ്സ് ആയിരുന്നു സത്യം പറയാലോ. It's highly complicated, bro. Even the government knows the risk and create a panic situation. I think that's the reason it's under Supreme Court decision. അതെ. Content making. ഇത് നമ്മളന്ന് കണ്ട വീഡിയോ അല്ലേ ഇത്? ഓർമ്മയുണ്ട്. നമ്മളത് കണ്ടിട്ടത് മനസ്സിലാവാതെ ചെക്കൻ 50K. എല്ലാവർക്കും ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ഉണ്ടാവും. 1000 to 7000 സബ് ജസ്റ്റ് ഇൻ 2 days. എത്രയെന്ന 50,000 ഓവറായോ? എടാ 50,000 ഓവറായല്ലേ? അയ്യോ അത് കേട്ടില്ല ഗൈസ്. ആ ഒരു ഇനിഷ്യൽ പുഷ് ആ പയ്യൻ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തെന്ന് പറയണം കേട്ടോ. സത്യം പറയാലോ ഗൈസ്, നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു പയ്യൻ. നമുക്ക് കളറായിട്ടൊരു ഫോട്ടോ പിടിച്ചാലോ? Why do we feel the need to take photos and videos? I think part of it has something to do with this fear of losing a memory. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൊമെന്റ്സ് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്
Peak happened. People take pictures of the happy moments in their lives. Photographs are framed memories. ഒരു ചെറിയ ആൽബത്തിൽ സൂക്ഷിക്കാൻ നല്ല കുറച്ച് ഓർമ്മ. Afraid of ഞാൻ എൻ്റെ ഒരു വിഷമം പറയട്ടെ ഗൈസ്, ഞാൻ എല്ലാവരുടെയും ഫോട്ടോ എടുത്തു കൊടുക്കും. എനിക്ക് ഒരു ഫോട്ടോ പോലും ഇല്ല. നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ എൻ്റെ എല്ലാ പോസ്റ്ററുകളിലും പണ്ടൊക്കെ എപ്പോഴോ എടുത്ത ഫോട്ടോകളാണ്. എൻ്റെ ഫോട്ടോ ആരും എടുക്കത്തില്ല. ഞാൻ പക്ഷെ അതിന് നിന്നും കൊടുക്കാറില്ല. എനിക്ക് അതിന് ഭയങ്കര മടിയുമാണ്. പക്ഷെ ഞാൻ എല്ലാവരുടെയും ഫോട്ടോ എടുത്തു കൊടുക്കും. ഒന്നിലും ഞാൻ ഉണ്ടാവില്ല. a magical moment in our lives happening and us not having a permanent version of it in the form of a photo. Out of this sort of uncomfortable fear that if we don't get it in photo version, video version, then it'll be gone forever. They tell us more about ourselves than we realize. Good old days. സത്യല്ലേ? അൺപെയ്ഡ് ഫോട്ടോഗ്രാഫർ. അതൊക്കെ ഞാനൊക്കെ എന്തോരം ഫോട്ടോ. അല്ലടാ, ക്യാമറ മേടിക്കുക എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അതൊരു സമയത്ത് മറ്റേ ഒരിക്കലും ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് വിചാരിച്ച കാര്യമായിരുന്നു. ഒരു ക്യാമറ വാങ്ങിക്കുക എന്നുള്ളത് എന്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യവും അതേപോലെ തന്നെ ഞാൻ ഒരിക്കലും നടക്കത്തില്ലെന്ന് വിചാരിച്ച ഒരു കാര്യമായിരുന്നു ക്യാമറ. ഈ ക്യാമറ കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം ഒരു പ്രത്യേക സന്തോഷമാണ്. നിങ്ങളിവിടെ ക്യാമറ ആഗ്രഹിച്ചിരിക്കണം എല്ലാവരുടെയും ഇത് ഉടനെ തന്നെ നടക്കും, ഉറപ്പാണ്. ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾക്കൊക്കെ ഉടനെ നിങ്ങൾ ആഗ്രഹിച്ച ക്യാമറ അതിനുള്ള ഉണ്ടാവട്ടെ. അണ്ണാ സരക്കണ്ണന്റെ ചെറുപ്പത്തിലെ വീഡിയോ പോടാ. എന്തൊരു ലഡു എടുത്ത് വെച്ചേ. ബ്രോ ഫ്ലെക്സിങ്. എടാ പിള്ളേരൊക്കെ നോട്ടീസ് ചെയ്യണ കാര്യം കണ്ടോ നിങ്ങള്? അത് ഈ പ്രായത്തിലൊക്കെ ജോലൈൻ ഇതാക്കാന്ന് പറഞ്ഞാലേ, ഈ പ്രായത്തിൽ ജോലൈൻ എന്താണെന്ന് അറിയോ നിങ്ങൾക്കൊക്കെ? എനിക്കറിഞ്ഞൂടാ, അതാണ് ഞാൻ ആലോചിക്കണത് അല്ലേ. പക്ഷെ എന്റെ പള്ളി പിള്ളേരൊക്കെ മാറ്റേ. ഇത് മോഹൻലാലിനെ വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാന് ഗുജറാത്തിലെ മൂലി എന്നുള്ള സ്ഥലത്താണ്. ഞാൻ മുമ്പ് വരച്ച പടം കണ്ടു, വളരെ നന്നായിട്ടുണ്ട്. മോനെ ലാലങ്കളാണ്. എന്തിലാ വരച്ചിരിക്കുന്നത്? ഞാൻ ചോക്ക് കൊണ്ടാണ് സാറേ വരച്ചത്, ഭിത്തിയിലായിരുന്നു. ഓഹോ, എവിടെ വോളിലോ? അതെ വീടിന്റെ സൈഡിൽ. എവിടെയാണ് വീട്? ഞാൻ ഇവിടെ ചങ്ങനാശ്ശേരിയില. ഒരുപാട് സന്തോഷം, വളരെ നന്നായിട്ടുണ്ട്. ദിവസം റിലീസ് ഡേയിലെന്ന് നാട്ടിൽ വരുമ്പോ ഒരിക്കൽ കാണാം. തീർച്ചയായും സാറേ. താങ്ക് യു സോ മച്ച്. എന്ത് ഡീറ്റെയിൽ എന്റെ പൊന്നോ. വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള മനസ്സ് കാണിച്ചല്ലോടാ, അത് തന്നെ വലിയ കാര്യം. അത് തന്നെ വലിയൊരു കാര്യമാണ്. ഇതുപോലെ വരച്ചായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഇതുപോലൊക്കെ വരയ്ക്കുന്നതിന്. അതെ നീ പണ്ട് വരച്ചായിരുന്നെങ്കിൽ നിന്നെ വീട്ടിൽ കയറി വരച്ചേനെ നിന്നെ. അത് ഞാൻ വരയ്ക്കുമായിരുന്നു. ഓ ഇത് വയലിൻ കഥ തന്നെ കേട്ടാ. വയലിൻ കഥ വയലിൻ കൊണയ്ക്കുമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വർഷമാണ് 8 വർഷം 9 വർഷം വയലിൻ തൊട്ടിട്ട്. എടാ 9 വർഷം മുമ്പ് നീ വയലിൻ വായിക്കുമായിരുന്നാണോ നീ പറയണേ? ഓ ഞാൻ അത്ര 1 വർഷം പഠിച്ചുണ്ടായിരുന്നു. മറന്നു വേണ്ട, എല്ലാം മറന്നു. പക്ഷെ കീബോർഡ് പക്ഷെ അറ്റ്ലീസ്റ്റ് പിടിക്കുന്ന ഒരു ഇത് എങ്കിലും ഓർമ്മ വരില്ലേ? പിടിക്കാൻ പോലും അറിഞ്ഞൂടാ. എനിക്കെന്താ തലയ്ക്ക് ഓളം പറഞ്ഞ അവര് വയലിൻ മേടിച്ച് വീട്ടിയൊക്കെ. അനിയന്റെ വല്ല ആയിരിക്കും. നീ കെപ്പിക്കെട്ടാൻ തുടങ്ങിയോടാ? കാശുള്ളവർക്ക് മാത്രം. അതല്ലേ കാശ് ഞാൻ തരാം. എനിക്കോടാ ആ കിടക്കുന്നേക്കാണ് ഇതൊക്കെ പെണ്ണ്. എങ്കിൽ ഒരു 4 ആണിനെയും ഒരു പെണ്ണിനെയും കൊടുത്താ. എന്തോ 4 ആണിനെയും ഒരു പെണ്ണിനെയും കൂടെ ഒരു കവറിലിട്ടാ. അതൊന്നും ഇവിടെ നടക്കത്തില്ല. നമ്മുടെ നാടിനൊരു സംസ്കാരമുണ്ട്. അതിൽ
തോന്നിയാണ് എന്റെ മനസ്സിൽ കൃഷി. നീ എന്തോ പറയുന്നു? അപ്പോൾ രാത്രിയൊക്കെ ഇരുന്ന് ഓരോ വീഡിയോ കണ്ടിട്ട് പകലും മീൻ മേടിക്കാൻ പറ്റും. രാത്രി ഒരു വീഡിയോ കണ്ടിട്ട് പകല് മീൻ മേടിക്കാൻ വന്നേക്കുന്നു. ഇജാതി സാധനമൊക്കെ പണ്ടൊക്കെ മീൻ വളർത്തുന്ന ഒരു വിഷയമായിരുന്നല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്റെ വീട്ടിൽ തൊടിയൊക്കെ ഉണ്ടോ മീൻ വളർത്തിയപ്പോൾ? എല്ലാം ചത്തു. ലാസ്റ്റില് എനിക്കത് കേസാണെന്ന് മനസ്സിലായിട്ട് ഞാൻ ഒരു മിണ്ടാപ്രാണിയെ പിന്നെ കൊല്ലാതിരിക്കാൻ നോക്കിയിട്ടുള്ളൂ. ഞാൻ എപ്പോ വളർത്തിയാലും മരിച്ചു കൂടാ. എപ്പോ വളർത്തിയാലും അത് മരിച്ചു. അണ്ണാ എന്റെ വീട്ടിൽ 10-15 ഗപ്പിയും സാരികളൊക്കെ ഈ എന്ന് പറയുന്ന ഈ ഒരു ഗ്യാങ് ഇവിടെ നിലനിൽക്കുന്നതിന് ഒരു കാരണമുണ്ട്. പേട് പോലെ മതി അറിയണം. ശരിക്കും ഉണ്ടല്ലോ, എല്ലാരും നിർത്തി. എത്ര പേരാണേലും അതിന് ബാബു എത്ര കാശ് കൊടുത്തെന്ന് പറഞ്ഞാലും ഞാൻ പറയാം. ഇപ്പൊ കാണിച്ച ഫ്രെയിംസ് ഇല്ലേ, എനിക്ക് രോമാഞ്ചം വൈര്. സെലക്ഷൻ കൊള്ളാലോ അണ്ണാ. ഇപ്പൊ കാണിച്ച ഫ്രെയിംസ് ആണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ആർപികൾ, സത്യം പറയാം. ഇത് നമ്മളെ കണ്ട വീഡിയോടാ, മറ്റേ ഇവനെ. നമസ്കാരം. ഞങ്ങൾ ചതിയംകുളങ്ങര ദേവീക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിക്കാരാ. ഇത് മേൽശാന്തി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ. അസ്സലാമു അലൈക്കും. അത്ര വെള്ളമൊക്കെ കൊടുത്ത് മറ്റേത് വന്നിട്ട് കണ്ടത്. നമസ്കാരം. ഞങ്ങൾ ചതിയംകുളങ്ങര ദേവീക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിക്കാരാ. ഇത് മേൽശാന്തി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ. അസ്സലാമു അലൈക്കും. എന്റെ ആളിയ ഇതൊക്കെയാണ് പഴയ സാധനങ്ങള്. എലോട്ട് ഇന്നലെ സിറ്റിയിൽ വരാത്ത എന്താന്ന് പറഞ്ഞ് രാത്രി തള്ളക്കി വിളിച്ചപ്പം എനിക്ക് ഇന്ന് രാവിലെ ഞാൻ ഇന്ന് രാവിലെ എണ്ണീറ്റിട്ട് കണി കാണുന്ന ഇതാണ്. വാട്സപ്പ് ഓപ്പൺ ആക്കി നോക്കിയപ്പോ ആദ്യത്തെ മെസ്സേജ് ഞാൻ കണ്ണാപ്പി തീട്ടം എന്നാണ് സേവ് ചെയ്തിരിക്കുന്നത് വാട്സപ്പില്. ഞാൻ നോക്കിയപ്പോ രാവിലെ എണ്ണീറ്റപ്പോ ഫസ്റ്റ് വന്ന മെസ്സേജ് കണ്ണാപ്പി തീട്ടം. ഈ വീഡിയോ ഇതാണ് എനിക്ക് വന്നത് രാവിലെ. കണ്ടോ സാധനം കണ്ടോ? അല്ലല്ല, നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഗൈസ് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇത് എഡിറ്റ് ചെയ്ത ആള് കൊടുത്തതാണെന്ന്. അല്ല, ഇത് അവന്റെ റൂമിൽ പ്ലേ ചെയ്തേക്കുവാ. ഇതിന്റെ റൂമിൽ പ്ലേ ചെയ്തേക്കുവാ പാട്ട്. എന്നിട്ടാണ് വീഡിയോ എടുക്കണത്. അല്ല ഇതൊക്കെ ഇതൊന്ന് മോട്ടിവേഷൻ വീഡിയോ ഇതിനെ കാണുന്നില്ല, എഫർട്ട് കാണുന്നില്ലേ? നമുക്കാരുമില്ലല്ലോ അണ്ണാ, നമ്മളൊന്നും ഒറ്റയ്ക്കല്ലേ. ഒരു 15 മിനിറ്റ് ലേറ്റ് ആയിരുന്നല്ലേ. ശീലണ്ട നമ്മളൊറ്റയ്ക്കാ, നമ്മളാർക്കും വേണ്ടല്ലോ. ഈ കഴിവേറി അങ്ങ് കാണുമ്പോ തന്നെ എനിക്ക് അങ്ങ് പൊളിഞ്ഞു കയറും. പിന്നെ ഇന്ന് നല്ലൊരു ദിവസം ആയതുകൊണ്ട് ഈ ഉണ്ടായി ഞാൻ ചീത്ത വിളിക്കുന്നില്ല ഇവനെ. Defender is on another level. Brother, all these bad boys, most aggressive sounding car you have. Defender. A Defender being loud? Very loud. What do you mean a Defender being loud? It's like a Nissan Sunny beating a Ferrari. ഇത് ഡിഫൻഡർ മാൻസറി ആണോ അത്? Aggressive sounding car you have. Defender. A Defender being loud? Very loud. What do you mean a Defender being loud? It's like a Nissan Sunny beating a Ferrari. Does not make sense. The sound will beat the G-Class. This sound will beat the G-Class. It sounds like a road engine. Seen such. ഡിഫൻഡറിനൊക്കെ എങ്ങനെയാണ് ഇങ്ങനത്തെ എക്സോസ് നോട്ടൊക്കെ കൊടുക്കണേ?
എന്റെ പള്ളി വിഷയം കേട്ടാ വിഷയം. ഇവിടെ കുറെ ഉണ്ട് കൈസ്. ഇവിടെ ദുബായിൽ നിങ്ങൾ കാണണം. ഇവിടെ മാൻസറി കിറ്റ് ചെയ്തിട്ടുള്ള ഇത് അതിനങ്ങനെയല്ല. മാൻസറി എന്നാണോ മൻസൂരി എന്താ പറയണ? മാൻസറി എന്ന് പറയുന്നത് വണ്ടി കസ്റ്റം കറക്റ്റ് എങ്ങനെ പറയണത്? മാൻസറി എന്നാണോ മൻസൂരി? മാൻസറി തന്നെയല്ലേ? മാൻസറി ചെയ്ത കുറെ ഇതുണ്ട് ഇവിടെ. G-Wagon ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ മറ്റേ ലെംബോയും, അതുപോലെ തന്നെ ലെംബോഗിനി ഊർസ് കുറെ ഉണ്ട്. ഊർസും കുറെ ഉണ്ട്. ഇത് ഇവര് വൺസ് ഇവര് ഈ കസ്റ്റം ചെയ്യണ ഇവര് വണ്ടി ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഷോറൂമിലല്ല ഇതിന്റെ സർവീസ്, മാൻസറി കൊണ്ട് കൊടുക്കണം, എന്നാലേ സർവീസ്. മാൻസറി എന്ന് പറഞ്ഞാല് ഒരു ഷോറൂം നമ്മൾ അവരുടെ വണ്ടി മേടിക്കണം. അതെ അതെ അതെ, അവിടെയാണ് പിന്നെ സർവീസസ് ഒക്കെ. പിന്നെ നിങ്ങൾക്ക് നമ്മൾ ഏത് വണ്ടിയാണോ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് അത് അതിന്റെ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല, അവിടെ തന്നെയാണ് അതിന്റെ സർവീസ് ഒക്കെ. ഇതിനകത്ത് നിങ്ങൾ വിചാരിക്കും ജസ്റ്റ് ബോഡി പാർട്സ് മാത്രമായിരിക്കും ഇവർ മാറുന്നത്. ഇവർ ബോഡി പാർട്സ് മാത്രമല്ല മാറണേ, എഞ്ചിൻ പെർഫോമൻസ് അടക്കമാണ് അവർ ട്യൂൺ ചെയ്ത് തരുന്നത്. വിഷയം സാധനമാണ് അവരുടെ. എപ്പോ കണ്ടാലും നോക്കിയിരുന്നു പോകുന്ന ആട്. നമ്മള് കൊറേ കണ്ടതാടാ സീമാറ്റിയുടെ ആട്. എന്താടാ അത്? ഒരു സ്ഥലം മൊത്തം പോയി, അവിടുത്തെ വീടൊക്കെ കണ്ട അങ്ങനെ ഒരു നാടൻ ഇല്ലാണ്ടായിപ്പോയി. എന്റെ പൊന്നോ പേടിയാവണല്ലേ. എന്റെ അമ്മ ഇതൊക്കെ എന്താടാ? ശരിയാ. ആർട്ടിസ്റ്റ് പ്രണവ് അനൂപ്. അതാരി കെവിൻ? അതാരി? മുകുന്ദൻ. എന്ത് മറ്റേ ഫോട്ടോ ഒന്ന് എടുക്കണം അണ്ണാ. കണ്ണിന്റെ അപ്പുറത്തുള്ള പുള്ളിയുടെ ഫോട്ടോ എടുക്കോ? അത് അപ്പുറത്തെ പേരെന്തരം പറഞ്ഞോടെ? അല്ല അതിന്റെ പേരെന്താ കെവിനെ? എണ്ണം പോലെ പേര് പറ. ഇത് നമ്മളെ തലപതി കമലഹാസൻ. എനിക്കറിയാം. ഗൂഗിൾ ലെൻസ് വർക്ക് ആവാൻ കുറച്ച് സമയം എടുത്തല്ലേ? നമുക്കറിയാവേ. ഫസ്റ്റ് പോയി കാണുന്ന ബ്രോ ആർട്ടിസ്റ്റ് പ്രണവ്. അടിപൊളി 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 അടിപൊളി. കെവിൻ നീ എന്തോടാ പറഞ്ഞേ? തലപതി വിക്രം. കുട്ടിയാൽ എന്താ ഉണ്ടാവുന്നത് എനിക്ക് ഞാൻ പറഞ്ഞുതരാം. മുല്ലപ്പെരിയാർ ഡാമിൽ 15 TMC വെള്ളമുള്ളത്. 15 TMC വെള്ളം പൊട്ടി വരുന്ന പ്രകൃതിശക്തികളുണ്ടെങ്കിൽ ഹിരോഷിമയിലിട്ട ഭൂമിന്റെ 180 മടങ്ങാണ്. ഇത് നേരെ ചെല്ലണത് താഴെയുള്ള ചെറു ഡാമുകൾ, ഇടുക്കി ഡാമും എല്ലാം കൂടി പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 TMC. ഞാൻ നിങ്ങളെ ഇത് കാണിച്ച് പേടിപ്പിക്കണോ? വെറുതെ എന്തിനാ? വേണോ? വേണ്ട ശരിയാവൂല്ലോ. നമുക്ക് തൽക്കാലം പോസിറ്റീവായിട്ട് ചിന്തിക്കാം, അതല്ലേ നല്ലത്. നിങ്ങളെ ഞാൻ വെറുതെ പേടിപ്പിക്കുന്നില്ല. അതല്ലേ നല്ലത്. മാറ്റട്ടെ. അല്ലല്ല, എന്തായാലും സുപ്രീം കോടതി വിധി വരാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളെ അത് ഞാൻ കാണിച്ച് പാനിക് ആക്കുന്നില്ല വെറുതെ. അത് എന്റെ മനസ്സിലും നല്ലൊരു പേടിയുണ്ട്, അതുകൊണ്ടാണ്. മെൻഷൻ യുവർ സൂപ്പർ എക്സ്ട്രോവേർട്ട് ഫ്രണ്ട്. അനുഷ എത്ര മാസങ്ങളായിട്ട് കരാട്ട പരിശീലിക്കുന്നുണ്ട്? ഞാനൊരു 5 മാസങ്ങളായിട്ട് കരാട്ട തുടങ്ങിയിട്ടാണ്. പിന്നെ എനിക്ക് യെല്ലോ ബെൽറ്റ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് കിട്ടും. പിന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബെൽറ്റ് കിട്ടില്ല, ഞാൻ പൈസ കൊടുത്തില്ല. എനിക്ക് നല്ല ഇതുണ്ട്, ഒരു സാർ തന്നെ പറയുന്നുണ്ട് എനിക്ക് നല്ല ഇതുണ്ട്. ബ്ലാക്ക് ബെൽറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഭാവിയിൽ? ആ ഉണ്ട്. ഓക്കെ, അത് കുറച്ച് കാണിക്കുമോ? ഇതെന്താ കെവിനെ? കരാട്ട അത് മിഡിൽ പഞ്ച് എന്നാണ് ഇങ്ങനെ പറയുന്നത്. മിഡിൽ പഞ്ച്. അല്ല, ഇതും എക്സ്ട്രോവേർട്ടും തമ്മിലുള്ള ബന്ധം അത് മറ്റേ പറഞ്ഞപ്പോ തന്നെ സ്പോട്ട് ചെയ്തില്ലേ, അതായിരിക്കും ഉദ്ദേശിച്ചത്. क्या
ഇത് 5 പേപ്പർ വരയ്ക്കണം. ഒരേ സമയം ഒരു പേപ്പർ വരയ്ക്കാൻ പറ്റണില്ല, അപ്പോഴാണ് 5 പേപ്പറിൽ. ബ്രോ കൊള്ളാം ബ്രോ, നൈസ്. ദൃശ്യം 3 നൈസ് 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 നൈസ്. മോന്റെ പേരെങ്ങനെയാ? ആയുഷ് കൃഷ്ണ. ആയുഷ് കൃഷ്ണ. എത്ര വയസ്സ്? 2.5 വയസ്സ്. 2.5 വയസ്സ്. ഇതെങ്ങനെ ഇതിലൊരു സ്കില്ലുണ്ടെന്ന് എങ്ങനെ മനസ്സിലായത്? അവന് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിലെ. ഒരു വയസ്സൊക്കെ കഴിഞ്ഞപ്പം നമ്മള് എഴഞ്ഞൊക്കെ തുടങ്ങുമ്പം ചുമ്മാ ഒരു പാട്ട് വെച്ച് കൊടുത്തതാണ്. പിന്നെ ഇങ്ങനെ താളത്തിൽ വായിക്കുന്ന പോലെ തോന്നി, അങ്ങനെ പാടിക്കൊടുക്കും, അങ്ങനെ കാരണം എന്താ വെച്ചാൽ ഇവരുമായിട്ടൊന്നും യാതൊരു റിഹേഴ്സലും ഇല്ലാതെ പെട്ടെന്ന് തന്നെ അങ്ങ് സിങ്കായി. കാരണം ഒത്തിരി റിഹേഴ്സലൊന്നും എടുക്കാൻ സമയം കിട്ടിയില്ലല്ലോ. എന്തിന്റെ കഴിവാണെന്ന് നോക്ക്, സാറ് നോക്ക്. ആയുഷ് എത്ര വയസ്സ്? 2.5 വയസ്സ്. 2.5 വയസ്സ്. ഇതെങ്ങനെ ഇതിലൊരു സ്കില്ലുണ്ടോ? ഒത്തിരി റിഹേഴ്സലൊന്നും എടുക്കാൻ സമയം കിട്ടി. ഇവിടെ ട്യൂണിങ് ഇവിടെ ഇല്ലല്ലോ. ഇവർ തുടക്കം പറഞ്ഞ സ്കില്ലിതാണോ? ഇത് നമ്മളെ ഗ്യാങ്ങിലുള്ള പയ്യനാ ദാമുന്റെ റിസ്. 1 minute ear cleaning. എനിക്ക് പെരുത്തങ്ങ് വരും. നിങ്ങളൊക്കെ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടോ? ഇതിനായാ മതിയായിരുന്നു. മിണ്ടാതെ ചെയ്യടാ. There's definitely some blockages there. One moment. Just relax. Ears are all cleaned. Thanks for watching. എന്നെ അറബി കണ്ണു മിക്കവാറും. എന്ത് ചെയ്ത? എടാ എന്റെ ചെവിക്കകത്തോട് ഭയങ്കര അടിച്ചു കയറിയടാ എന്റെ അളിയോ. എടാ നിങ്ങൾക്ക് ആ ലാസ്റ്റ് വന്ന സൗണ്ട് നിങ്ങൾക്കാരും കുഴപ്പമൊന്നുമില്ലായിരുന്നോ? മറ്റേ ഒരച്ചയാണോ ഒരച്ചത്? അതെനിക്ക് എന്താ താങ്ക് യു ഫോർ ദ സർവീസ് ഉണ്ടാന്ന്. എന്നെ ഇപ്പൊ അറബി കൊണ്ടുപോയി ഞാൻ വലിച്ചു കയറിയുണ്ട് അലറി. ഇല്ലായിരുന്നു. എടാ പോടാ, എനിക്ക് ഭയങ്കര സൗണ്ട് കയറി. എന്റെ ഈ ഹെഡ്ഫോൺ കണ്ടോ നിങ്ങള്? എന്റെ ഈ ഹെഡ്ഫോൺ ഇന്നിയറാ. ഇത് ഭയങ്കര സീനാണ് ഇതിന്റെ ശബ്ദം. നിങ്ങൾ വിചാരിക്കണം സൗണ്ട് അല്ല, ഇതുണ്ട് അതിന്റെ കൂടെ ഫുള്ള് സൗണ്ട്. ഇതുണ്ടോ 90 കിടക്കണ 90. അണ്ണാ ഞാൻ +2 കഴിഞ്ഞിട്ട് പാർട്ട് ടൈമിന് പോയി അണ്ണന് സൂപ്പർ ചാറ്റ് അയക്കാൻ 100 രൂപ. പാർട്ട് ടൈം ജോലിക്ക് കിട്ടും 100 ആടാ മൈരെ കിട്ടുന്നത്. പാർട്ട് ടൈം ജോലിക്ക് പോകുന്നതിന് ഫുള്ള് പൈസ അയക്കണം, മനസ്സിലായോ? 100 രൂപ അല്ല കിട്ടുന്നത്. പാർട്ട് ടൈം ജോലിക്ക് എന്തായാലും കുറഞ്ഞത് നീ ഉച്ച കഴിഞ്ഞ് പോയാലും ഒരു 300 രൂപ കുറഞ്ഞ കിട്ടും. നീ 100 കുണുവ അണ്ണനെ പഠിക്കാൻ നോക്കണം. അണ്ണാണെങ്കിൽ നീ പഠിക്കാൻ നോക്കുന്നത് മൈരെ. കുണ്ണയില്ലാത്ത പരിപാടിയാണ്. Bro becoming famous by hitting silver. Bro, what is aura? Giving up keys, giving up, please. Send my drink, boy, I got your bitch all in these. They know I'm a big boss, got a big boss in this bitch. They know I'm a big talker, have my big body and that shit. Know it's happening, bitch. R.I.P. Bitch, they die. Turn the light on at my side, bitch. How the lights off for you when you out of the side. വെടിവെപ്പ് അത് സിൽവർ അടിച്ച് നിന്ന നിപ്പിനെ ആയിരിക്കും അവർ ഉദ്ദേശിച്ചത്. എനിക്ക് ടാർഗറ്റ് ഷോട്ട് എവിടെ കടിച്ചു താഴെ വെക്ക. പച്ച എവിടെ ബുള്ളറ്റ് ഉണ്ട്? അത് കുറച്ചുകൂടി ഫ്രണ്ടോട്ട്.
വിത്തൗട്ട് എനി ഗിയർ. ഓ ഓക്കെ വിത്തൗട്ട് അയൺ പ്രൊട്ടക്ഷൻ ഇല്ല. ഓ അങ്ങനെ ഓക്കെ മനസ്സിലായി. ടാർഗറ്റ് നമ്മുടെ സ്വന്തം നാട്ടിൽ നടന്നൊരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റുമോ അത് നമുക്ക് ചെയ്യാം. ഇത് നമ്മളെല്ലാരും കണ്ട വീഡിയോ ആണല്ലോ. കുറെ പേര് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ് നമുക്കെതിരെ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, പറയാം. ഇപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ അങ്ങനത്തെ ഒരു ഇതിനു വേണ്ടി ചെയ്തതല്ല. പക്ഷെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇപ്പൊ കുറെ പേര് അത് ചർച്ചയായിട്ടുണ്ട്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞ ഇങ്ങനത്തെ കാര്യങ്ങൾ പേടിയാ. സത്യം പറയാലോ ഗൈസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ പേടിയാ. നമുക്കുണ്ടായിരുന്ന ഒരു എക്സ്പോഷർ ഇല്ലേ, എനിക്ക് എപ്പോഴും അതിൽ നിൽക്കാനാണ് ഇഷ്ടം. ഇങ്ങനത്തെ എക്സ്പോഷർ, പബ്ലിക് എക്സ്പോഷർ വന്നു കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് വായിന്ന് വീഴുന്ന ചെറിയൊരു കാര്യം പോലും കൺവേർട്ട് ചെയ്ത് ഇല്ലാണ്ടാക്കി കളയും. അതാണ് ഔട്ട്സൈഡ് ദ ഗെയിമിംഗ് ഓഡിയൻസിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഉള്ളൊരു മെയിൻ പ്രശ്നം. നമ്മൾ നല്ല സ്ട്രീം കാണുന്നവർക്കറിയാം നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്ട്രീമിലെ രീതികൾ, നമ്മുടെ ഇതെല്ലാം എങ്ങനത്തെയാണെന്ന് അറിയാൻ പറ്റും. ഈ പുതിയതായിട്ട് വെളിയിൽ കാണുന്ന ആൾക്കാർ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് ഇന്നിപ്പോൾ ഈ പറയണ സ്റ്റാറ്റസ് ഇടുന്ന ആൾക്കാരൊക്കെ നാളെ അതിനെതിരെ പറയും. അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പേടി. എനിക്ക് ഔട്ട്സൈഡ് ഓഫ് ദ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഗെയിമിംഗ് ഓഡിയൻസിന് പുറത്തൊരു റീച്ച് ഞാൻ ഇന്നും ആഗ്രഹിക്കുന്നില്ല. എനിക്കത് വേണ്ട. അത് ഭയങ്കര ശോകമാണ് സത്യം പറഞ്ഞു. കുറെ വട്ടം അത് പലപ്പോഴായിട്ട് കിട്ടിയിട്ടുണ്ട്, പല ആൾക്കാർക്കും കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുമുണ്ട്. വിഷയം സോങ് മേക്കിംഗ്, ഇതിനൊക്കെ റീച്ച് എങ്ങനെയാ കുറയുന്നത്? ഞാൻ പണം കൊള്ളാം. അടിപൊളി. അതെന്താ നോട്ട് മൈ ഫോൾട്ട്, മോമി ഈസ് ബെറ്റർ ദാൻ യു. ഇതെന്താ ഇങ്ങനെ കയ്യില് കുഞ്ഞാണോ? കൊച്ചിനെ വിളിച്ചോണ്ട് ഇനി എന്റെ അവസ്ഥ ഇതൊക്കെ ആയിരിക്കുമല്ലേ? അതെ, ഇതൊക്കെ തന്നെയാണ് കൺഫേം. ഇതാണ് ലൈവിലൊക്കെ എങ്ങനെയാണ് കൺസോളിലൊക്കെ ഇങ്ങനെ എയിം ചെയ്യുന്നേ? Bro, what's up? He's one shot in the air. Damn. നോക്കി വെച്ചോണ്ണ, നോക്കി വെക്കാം. ലൈവ് റോട്ടറി ഒരു കാര്യം പറയാം. ഇപ്പൊ ഈ കണ്ടംപട്ടി റൂട്ടറിലാണ് കേട്ടോ സ്ട്രീം ചെയ്യുന്നത് ഗൈസ്. പകലൊക്കെ സ്ട്രീം ഉണ്ട്. ഞാൻ നമ്മുടെ ഗ്രൈൻഡിങ് സ്ട്രീം ഒക്കെ കാണാൻ വേണ്ടി കണ്ണാപ്പിയുടെ റൂട്ടറിൽ വന്നാൽ മതി കേട്ടാ. നിങ്ങളൊരു കാര്യം, അവന്റെ ഇൻട്രോ വാൾപേപ്പർ ഇതൊക്കെ കണ്ടാ? നോക്ക്, നിങ്ങൾ കണ്ണാപ്പിയുടെ ഇൻട്രോ കണ്ടിട്ടില്ല ഇതുവരെ? ഞാൻ കണ്ണാപ്പിയുടെ ഒരു ഇൻട്രോ കാണിച്ചു തരാം നിങ്ങൾക്ക്. ജസ്റ്റ് അവന്റെ ഒരു ഇൻട്രോ. ഒരു ദിവസം അവൻ ലൈവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവന്റെ ഇൻട്രോ ഒന്ന് കാണിച്ചു തരാം കേട്ടാ. ജർമ്മൻ കണ്ണാപ്പി നോക്കിക്കോ. അവന്റെ ഒരു ദിവസത്തെ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് അവന്റെ ഇൻട്രോ.
ഇതൊരു 3 മിനിറ്റ് കേൾക്കേണ്ട വരുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഹലോ 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 അണ്ണന്റെ ചെവി പോയി. അവന്റെ ചെവി പോകണം അവന്റെ സെൻസർ ഊരി വെച്ചോട്ടെ. ഇത് ഉയ്യോ CCTV കുലുങ്ങി. എന്റെ ആളി ഇതൊക്കെ എന്ത് ട്യൂണിങ്ങാണ് അതൊക്കെ. ഇതെങ്ങനെ വെളിയിലിറക്കും ഇതൊക്കെ? ആണെങ്കിൽ കൊണ്ടുപോയാനെ ഇവിടെ. അതെ. സോ ഗൈസ് അപ്പം ഇത്രേ ഉള്ളൂ. ഞാൻ ഇത്രേ നോക്കുന്നുള്ളൂ ഇന്നത്തെ. ഞാൻ ഇന്ന് ശരിക്കും നിങ്ങളുടെ അടുത്ത്